കൂട്ടുകാരെ, പഞ്ചതന്ത്ര കഥകളിലെ ഒരു രസകരമായ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. എലികളുടെയും ആനകളുടെയും കഥ. ഒരിടത്ത് ഒരു വനത്തിൽ ആയിരക്കണക്കിന് എലികൾ താമസിച്ചിരുന്നു. അതേ വനത്തിൽ തന്നെ മറ്റൊരു ഭാഗത്തായി കുറേ ആനകളും താമസിച്ചിരുന്നു. ഒരിക്കൽ ആനകൾ വെള്ളം കുടിക്കാനായി ഒരു നദിയുടെ അടുത്തേക്ക് വരിയായി നടന്നുപോയി. അവർ നടന്നുപോയത് ഏതിലെ കൂടിയായിരുന്നു എന്നറിയാമോ? നമ്മുടെ എലികൾ താമസിച്ചിരുന്ന സ്ഥലത്തൂടെ. എലികളുടെ മാളങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എലികളൊക്കെ അതുവഴി ഓടി നടക്കുന്നുണ്ടായിരുന്നു. ആനകൾ പോകുന്ന വഴിക്ക് അങ്ങനെ കുറേ എലികളെയും അവരുടെ വീടുകളും ചവിട്ടി മെതിച്ചു. അങ്ങനെ കുറേ എലികൾ ചത്തുപോയി. അവരുടെ വീടുകളും നശിച്ചുപോയി. എലികളെല്ലാം സങ്കടത്തിലായി. കാരണം അവരുടെ കുടുംബത്തിലെ അംഗങ്ങളും കൂട്ടുകാരുമൊക്കെ ഇങ്ങനെ ഇല്ലാതെയായി. ആനകൾ അതുവഴി വെള്ളം കുടിക്കാൻ പോകുന്നത് പതിവാക്കി. അങ്ങനെയിരിക്കെ എലികളുടെ കൂട്ടത്തലവൻ ധൈര്യം സംഭരിച്ച് നമ്മുടെ ആനകളുടെ കൂട്ടത്തലവനോട് പോയി സംസാരിക്കാൻ തീരുമാനിച്ചു. എലികളുടെ തലവൻ ആനകളുടെ തലവനോട് പറഞ്ഞു, ഞങ്ങളുടെ ആളുകൾ താമസിക്കുന്നിടത്തൂടെയാണ് നിങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ആനകളുടെ ചവിട്ടുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ പലരും മരിച്ചു. ഞങ്ങളുടെ വീടുകൾ പലതും നശിച്ചു. നിങ്ങൾ നടക്കുന്ന വഴി ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അതിനു പകരമായിട്ട് ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. ആനയുടെ തലവൻ പറഞ്ഞു, അയ്യോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല. പകരമായി സഹായമൊന്നും ചെയ്യണ്ട, ഞങ്ങൾ മാറി വേറെ വഴിയെ പോയിക്കോളാം. എലികളുടെ തലവൻ നന്ദി പറഞ്ഞ് തിരിച്ചുപോയി. കുറച്ചു നാളുകൾക്ക് ശേഷം വേട്ടക്കാർ വിരിച്ച വലകളിൽ കുറേ ആനകൾ പെട്ടുപോയി. ആനകളുടെ തലവന് അപ്പോൾ സഹായത്തിനായി ഓർമ്മ വന്നത് നമ്മുടെ കുഞ്ഞൻ എലികളെയാണ്. ആനത്തലവൻ ആനകളിൽ ഒരാളെ എലികളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. സംഭവം അറിഞ്ഞതും എലികൾ കൂട്ടത്തോടെ വന്ന് വലകൾ കടിച്ചു മുറിച്ച് ആനകളെ രക്ഷിച്ചു. ഈ കഥയിലൂടെ എന്താണ് നമ്മൾ പഠിക്കുന്നത്? ആരെയും ചെറുതായി കാണരുത്. ചെറിയവരാണെങ്കിലും ആവശ്യമുള്ള സമയത്ത് അവർക്ക് വലിയ സഹായം ചെയ്യാൻ കഴിയും. ആരെയും അവരുടെ രൂപം വെച്ച് വിലയിരുത്തരുത്.